ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത്, അതായത് പൈപ്പിംഗ് പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആദ്യമേ തന്നെ എങ്ങനെയാണ് ബീം വരുന്ന ഏരിയകളിലൊക്കെ എങ്ങനെയാണ് നമുക്ക് ആദ്യമേ തന്നെ പ്ലംബിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫുൾ ബീമിലാണ് വീട് വന്നിരിക്കുന്നത്. ഫ്ലാറ്റ് അതുപോലെ തന്നെ വീടുകൾ കാര്യങ്ങളെല്ലാം വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പുമാണ് നമുക്ക് ഇതിൽ നിന്ന് ഔട്ട് പോകുന്നുണ്ട്, ബാത്റൂമിൻ്റെ അകത്ത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കണ്ടോ. അപ്പോൾ ഓൾറെഡി ബാത്റൂമിലേക്ക് നമ്മൾ പൈപ്പിൻ്റെ, അതായത് വീടിൻ്റെ മൊത്തം വരുന്ന സമയത്ത് വയറിങ്ങിൻ്റെ പൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്ന സമയത്ത് തന്നെ ഈ പ്ലംബിങ്ങിൻ്റെ ലൈൻ പോകാനായിട്ട് ആ കമ്പിയുടെ ഗ്യാപ്പ് ഉണ്ടാവും. ആ 2 കമ്പികളുടെ ഗ്യാപ്പിലൂടെ 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും പോകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ്, തെർമോക്കോൾ ആണെങ്കിൽ തെർമോക്കോൾ വെച്ച് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ വാഴയുടെ തട വരുന്നുണ്ട്, അതാണ് ഏറ്റവും നല്ലത്. വാഴയുടെ ആ മെയിനായിട്ട് വരുന്ന തട കറക്റ്റ് ഇതിൽ കട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബീം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ ബീം കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഗ്യാപ്പ് ഇട്ട് ചെയ്യുക. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ചിലപ്പോൾ കമ്പി ഇത്രയും അടുത്ത്, വളരെ അടുത്തായിരിക്കും അത് കറക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ വീണ്ടും ആ കമ്പികളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഡ്രില്ല് ഉപയോഗിച്ച് ജിപ്പറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ലെവലിൽ എല്ലാ കോൺക്രീറ്റ് അടിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം ഈ പറയുന്ന പൈപ്പ് നമുക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്ന സമയത്ത് ആ മെയിനായിട്ട് പോകുന്ന 20 mm അതിൽ 16 mm കമ്പി പോകുന്നത് കറക്റ്റ് സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ആ കമ്പി നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ബീം, അതായത് വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിനെ ഭയങ്കരമായിട്ട് ബാധിക്കും, അതിൻ്റെ സ്റ്റെബിലിറ്റീനെ ഭയങ്കരമായിട്ട് ബാധിക്കും. അങ്ങനെ ഒരു 3-4 ബാത്റൂമുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ റിസ്ക് ആയിരിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബീം ചെയ്യുന്ന സമയത്ത് തന്നെ, അതായത് ബാത്റൂമിൻ്റെ ഈ ബീം നമ്മൾ ചെയ്യുന്നത് മെയിനായിട്ട് വരുന്ന വയറിങ്ങിൻ്റെ പൈപ്പ് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തായിരിക്കും വരുന്നത്. ആ സമയത്ത് തന്നെയായിരിക്കും വരുന്നത്. ആ സമയത്ത് തന്നെ ഈ ബാത്റൂം സാധാരണ ഫ്ലോർ ലെവലിൽ താഴ്ത്തിയായിട്ടിരിക്കുന്നത് എടുത്തിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ താഴ്ത്തിയിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ബീമിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു തെർമോക്കോളോ അതല്ലെങ്കിൽ വാഴയുടെ ഫ്രെയിമോ കാര്യങ്ങളോ, വാഴയുടെ തണ്ടാണ് വരുന്നത്, അത് വെച്ച് ക്ലിയർ ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗത്ത് കോൺക്രീറ്റിങ് കാര്യങ്ങൾ കറക്റ്റ് ആവില്ല. വേണമെങ്കിൽ കമ്പി ജസ്റ്റ് നമുക്ക് ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടോ ചെറിയ മാറ്റങ്ങൾ വരുത്താൻ എളുപ്പമാണ്. അപ്പോൾ 4 ഇഞ്ച് പോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ വാഴയുടെ ആ തണ്ട് മാറ്റി കളയാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ തെർമോക്കോളാണെങ്കിൽ തെർമോക്കോൾ എടുത്ത് മാറ്റി കളയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എത്ര ഇഞ്ചിൻ്റെ പൈപ്പ് വേണമെങ്കിലും 4 ഇഞ്ച് പൈപ്പ് 2 ഇഞ്ച് വേണം നമ്മൾ മെയിനായിട്ട് കൊണ്ടുപോകുന്നത്. വളരെ സിമ്പിളായിട്ട് കൊണ്ടുപോകാനും സാധിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ ഹാർഡായിട്ട് വരാത്ത രീതിയിൽ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ബാത്റൂമിൻ്റെ അകത്തുനിന്ന് പൈപ്പ് താഴേക്ക് ഇറക്കാമെന്ന് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. അതുകൂടാതെ തന്നെ ഇതുപോലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ചെയ്യാനൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.